ത്രില്ലേഴ്സ് മൂവി റീക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2016 റിലീസ് ചെയ്യപ്പെട്ട വെയ്ക്ക് ഇൻ ഫിയർ എന്ന അമേരിക്കൻ സിനിമയുടെ സ്റ്റോറിയാണ്. ഇതൊരു ഹൊറർ ത്രില്ലർ ഫിലിമാണ്. വ്യത്യസ്തമായൊരു സ്റ്റോറി തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. സിനിമയിൽ രണ്ട് കഥകളാണ് കാണിക്കുന്നത്. ക്രൂരനായൊരു കൊടൂര സൈക്കോ ഈ സിനിമയിലുണ്ട്. ആ സൈക്കോ എന്താണ്, ആരാണ് എന്നൊന്നും കാണിക്കുന്നില്ല. അവസാനം ഈ കാണിക്കുന്ന രണ്ട് കഥകളും തമ്മിൽ സമന്വയിക്കുമ്പോൾ ആരാണ് ആ സൈക്കോ, എന്താണ്, ഏതാണ് എന്നൊക്കെ എല്ലാം ക്ലിയർ ആവും. ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. സ്പോയിലർ ഉണ്ടായിരിക്കും. വാച്ച് ഔട്ട് ആൻഡ് ടേക്ക് കെയർ. സിനിമയുടെ തുടക്കത്തിൽ ഒരു യുവതിയെ കാണിക്കുന്നു. ആ യുവതിയെ ആരോ കൈയും കാലും വായും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ്. ആ യുവതിയുടെ പേര് ക്ലോയി എന്നാണ്. അവൾ തന്നെയാണ് ഈ സിനിമയിലെ നായിക. ക്ലോയി അബോധാവസ്ഥയിൽ നിന്ന് ബോധം തെളിഞ്ഞപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ അവളെപ്പോലെ മറ്റൊരു യുവതിയും അവിടെ കിടക്കുന്നുണ്ട്. ആ യുവതിയും ഈ പരുവത്തിൽ തന്നെയാണ്. ആരോ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു നിലയിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വാതിൽ തുറന്ന് അവിടേക്ക് ആരോ കടന്നു വരുന്നു. അയാൾ ക്ലോയിയുടെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്ന ആ യുവതിയെ വലിച്ചയച്ച് അടുത്തുള്ള റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അയാൾ ആ യുവതിയെ എന്തോ ഒരു ആയുധം കൊണ്ട് അതിശക്തമായി ക്രൂരമായി മർദ്ദിക്കുന്ന ശബ്ദം ക്ലോയി ഈ റൂമിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. അയാൾ ആ യുവതിയെ വധിക്കുന്നു, കൊല്ലുന്നു. ശേഷം ആ യുവതിയുടെ ശരീരഭാഗങ്ങൾ വെട്ടിനുറുക്കുന്ന ശബ്ദം ക്ലോയി ഈ റൂമിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ക്ലോയി മനസ്സിലാക്കുന്നു അവളിപ്പോൾ ഏതൊരു സൈക്കോയുടെ പിടിയിലാണ് എന്ന്. ശേഷം ഒരു മധ്യവയസ്കനെ കാണിക്കുന്നു. അയാളുടെ പേര് ആൻഡ്രൂ എന്നാണ്. ആൻഡ്രൂ ജോലിയില്ലാത്ത ആളാണ്. അതുപോലെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആൻഡ്രൂവിൻ്റെ ഒരു പശ്ചാത്തലം, അയാൾ ഏത് രീതിയിലുള്ള ഒരാളാണ് എന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്വൽസ് പ്ലേ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആൻഡ്രൂ അയാളുടെ മുൻകാല ഭാര്യയുമായി, ആൻഡ്രൂ ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അപ്പോൾ അയാളുടെ ഭാര്യയുമായി ആൻഡ്രൂ നടത്തുന്ന ഫോൺ സംഭാഷണങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് നമുക്ക് ഇയാളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഫോൺ കോളിൽ ഇയാൾ അയാളുടെ മകളോട് സംസാരിക്കണമെന്ന് ഭാര്യയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഭാര്യ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ഭാര്യ ചോദിക്കുന്നത് ആ കുട്ടിക്ക്, ആ മകൾക്ക് നിയമപ്രകാരം ആൻഡ്രൂ മാസാമാസം ആ കുട്ടിയുടെ ചെലവിന് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പേയ്മെന്റ് അടയ്ക്കേണ്ടത്, പേയ്മെന്റ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു ചൈൽഡ് സപ്പോർട്ട് പേയ്മെന്റ് ആണ് ഭാര്യ ആൻഡ്രൂവിനോട് ചോദിക്കുന്നത്. ആ ഒരു പേയ്മെന്റ് കൊടുക്കുന്നതിനുള്ള കാശൊന്നും ഇപ്പോൾ ആൻഡ്രൂവിൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ദരിദ്രനായ ഡിവോഴ്സ് ചെയ്യപ്പെട്ടൊരു മനുഷ്യനാണ് ഈ ആൻഡ്രൂ എന്ന് പറയുന്നത്. ആൻഡ്രൂ ടൗണിൽ പോയി കുറെ അലഞ്ഞതിന് ശേഷം തിരിച്ച് അയാളുടെ താമസ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇതേ സമയം ക്ലോയിയുടെ അടുത്തേക്ക് മറ്റൊരു യുവതി കടന്നു വരുന്നു. ആ യുവതി ക്ലോയിയുടെ വായിൽ കെട്ടിരിക്കുന്ന കെട്ട് അഴിച്ചു മാറ്റുന്നു. ഈ ഒരു സമയത്ത് അടുത്ത റൂമിൽ നിന്ന് സൈക്കോ വരുന്ന പോലുള്ള ഒരു ശബ്ദം അവർ കേൾക്കുന്നു. സംശയം തോന്നിയ ആ യുവതി ഉടനെ തന്നെ കട്ടിലിൻ്റെ അടിയിൽ പോയി ഒളിഞ്ഞ് കിടക്കുന്നു. അതുപോലെ ആ യുവതി ക്ലോയിയോട് തിരിഞ്ഞു കിടക്കാനായി ആംഗ്യത്തിൽ കാണിക്കുന്നു. ഈ ഒരു സമയത്ത് പെട്ടെന്ന് സൈക്കോ വാതിൽ തുറന്ന് കടന്നു വരുന്നു. ഉടനെ തന്നെ ക്ലോയി തിരിഞ്ഞെടുക്കുന്നു. സൈക്കോ അവൻ കൊന്ന മറ്റൊരു യുവതിയുടെ ശവശരീരം അതിലൂടെ വലിച്ചയച്ച് കൊണ്ടുപോകുന്നു. സൈക്കോ അവിടെ നിന്ന് പോയതിനു ശേഷം ആ യുവതി വീണ്ടും ക്ലോയിയുടെ അടുത്തേക്ക് വരുന്നു. ക്ലോയിയുടെ കയ്യിലും കാലിലും കെട്ടിരിക്കുന്ന കെട്ടുകൾ അവൾ അഴിച്ചു മാറ്റുന്നു. ക്ലോയി ആ യുവതിയോട് ഇതെന്താ സംഭവം, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവൾക്കൊന്നും അറിയില്ല. ഇതേതാ സ്ഥലമെന്നും ഏതാ നാട് എന്നും ഒന്നും അറിയില്ല. അവൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. പിന്നെ ബോധം തെളിയുന്ന എവിടെയാണ്. ആയിക്കൂടി അറിയാവുന്നത് ആ വന്നുകൊണ്ടിരിക്കുന്ന അജ്ഞാതൻ, ആ സ്ട്രേഞ്ചർ, അയാളൊരു കൊടൂര സൈക്കോ ആണ്. ഇവിടെ കൊണ്ടുവരുന്ന യുവതികളെ ക്രൂരമായി ടോർച്ചർ ചെയ്ത ശേഷം കൊല്ലുകയാണ് അയാൾ ചെയ്യുന്നത് എന്ന കാര്യം അറിയാമെന്ന് മാത്രം അവൾ പറയുന്നു. ആ യുവതി ക്ലോയിയെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അതിനുവേണ്ടി അവൾ അവിടെയുള്ള ഡോറ് ഓപ്പൺ ചെയ്യാനായി ശ്രമിച്ചു നോക്കുന്നു. എന്നാൽ ആ ഡോറ് ലോക്ക്ഡ് ആയിരുന്നു. അവൾക്കത് തുറക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് സൈക്കോ വേഗത്തിൽ കടന്നു വരുന്ന ശബ്ദം അവർ കേൾക്കുന്നു. പേടിച്ചു പോയ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി മറ്റൊരു റൂമിൽ ഒളിഞ്ഞിരിക്കുന്നു. എന്നാൽ സൈക്കോ അവിടേക്ക് കടന്നു വരുന്നു. സൈക്കോ ആ യുവതിയെ പിടിച്ചു കൊണ്ടുവന്നു. സൈക്കോ ആ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം സൈക്കോ തിരിച്ചു വന്ന് ക്ലോയിയെയും പിടിച്ചു കൊണ്ടുവന്നു. ശേഷം കാണിക്കുന്നത് ആൻഡ്രൂവിൻ്റെ കാര്യങ്ങളാണ്. ആൻഡ്രൂ ഇപ്പോൾ തടി വെട്ടിപ്പൊളിച്ച് ആ ചെയ്ത പണിക്കുള്ള കൂലി മറ്റൊരാളിൽ നിന്ന് മേടിക്കുന്നു. ഇതൊക്കെ ആൻഡ്രൂവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് മാറി കാറിൽ ഇരുന്നുകൊണ്ട് ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
അന്നത്തെ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞതിനു ശേഷം ആൻഡ്രൂ തിരിച്ച് അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ അയാളുടെ ഡോറിന് മുന്നിൽ ഒരു പാക്കേജും അതിന് മുകളിൽ ഒരു എൻവലപ്പും ഇരിക്കുന്ന അയാൾ കാണുന്നു. അയാൾ അത് എടുത്തു നോക്കുന്നു. ആ എൻവലപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് പണമുണ്ട്, കാശുണ്ട്. കൂടാതെ അതിലൊരു പേപ്പറിൽ ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ പകുതി ഇപ്പോൾ, പകുതി ഡെലിവറി ചെയ്തതിന് ശേഷം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആൻഡ്രൂ ആ ഫോൺ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നു. കോൾ ആരോ എടുക്കുന്നു. ആൻഡ്രൂ അയാളോട് പറയുന്നു, ഹേയ് ഹലോ, താങ്കളുടെ ഒരു പാക്കേജ് ആരോ അബദ്ധവശാൽ എൻ്റെ ഡോറിൻ്റെ മുന്നിൽ വന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ അയാൾ പറയുന്നു, അത് അബദ്ധവശാലല്ല, അയാൾ തന്നെയാണ് കരുതി കൂട്ടി ആൻഡ്രൂവിൻ്റെ ഡോറിൻ്റെ മുന്നിൽ ആ പാക്കേജ് കൊണ്ടുവന്നു വെച്ചത് എന്ന് പറയുന്നു. എനിക്കെന്തിനാണത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ആൻഡ്രൂ പറയുന്നു. എനിക്ക് വേണ്ടി താങ്കൾ ഒരു ജോലി ചെയ്യണം, ഒരു ഡെലിവറി ജോബ്. ആ എൻവലോപ്പിൽ ഞാൻ $200 വെച്ചിട്ടുണ്ട്, അത് താങ്കൾക്കുള്ളതാണ്. ആ കാണുന്ന പാക്കേജ് ഞാൻ പറയുന്ന അഡ്രസ്സിലേക്ക് ഡെലിവർ ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചാൽ $200 കൂടി ഞാൻ തരുന്നതായിരിക്കും. ടോട്ടൽ $400. താങ്കൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ആൻഡ്രൂ അയാളോട് ചോദിക്കുന്നു, എന്താണ് ആ പാക്കേജിൽ എന്ന് ചോദിക്കുന്നു. അയാൾ അത് തുറന്നു നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആൻഡ്രൂ അത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ബുക്സ് ആയിരുന്നു. ആൻഡ്രൂ അയാളോട് ചോദിക്കുന്നു, ഈ 2 ബുക്സ് ഡെലിവർ ചെയ്യാനാണോ എൻ്റെ സഹായം? താങ്കൾക്ക് ഈ 2 ബുക്സ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്താണ്, താങ്കൾ എന്നെ വിഡ്ഢിയാക്കാണോ? ഇതൊരു തമാശയാണോ എന്ന് ചോദിക്കുന്നു. ഇതൊരു തമാശയൊന്നല്ല, താങ്കളെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ വളരെ സത്യസന്ധനും അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, താങ്കൾ ജോലിക്ക് വേണ്ടി അലയുകയാണ് എന്ന കാര്യവും എനിക്കറിയാം. ഇതൊരു ജോബ് ഓഫറാണ്, ഇതൊരു ജോലിയാണ്. ആ ജോലി ചെയ്താൽ അതിനുള്ള പണം ഞാൻ തരാം. താങ്കൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ തള്ളിക്കളയാം എന്ന് അയാൾ പറയുന്നു. അപ്പോൾ ആൻഡ്രൂ പറയുന്നു, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം, അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ആൻഡ്രൂവിനൊരു ഫോൺ കോൾ വരുന്നു. ആൻഡ്രൂ ആ ഫോൺ കോൾ എടുത്ത് നോക്കുന്നു. അത് ഇന്നലെ സംസാരിച്ച അയാൾ തന്നെയാണ്. അയാൾ ആൻഡ്രൂവിനോട് ചോദിക്കുന്നു, എന്തായി ആൻഡ്രൂ, തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞ ജോലി തനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് അയാൾ ചോദിക്കുന്നു. ആൻഡ്രൂ ഓക്കെ എന്ന് പറയുന്നു, ഞാൻ ചെയ്യാം, ആ ജോലി ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. ഈ സമയത്ത് അയാൾ എവിടേക്കാണോ ആ ഒരു പാക്കേജ് ഡെലിവറി ചെയ്യേണ്ടത് ആ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ഈ ഒരു കാര്യം കൂടി പറയുന്നു, ആൻഡ്രൂവിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ പുതിയൊരു പാക്കേജ് അയാൾ വെച്ചിട്ടുണ്ട്. അതിൽ $200 വെച്ചിട്ടുണ്ട്, അത് ആൻഡ്രൂവിനുള്ളതാണ്. ബാക്കി ഡെലിവർ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള പേയ്മെന്റ് കൂടി തരാം എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ആൻഡ്രൂ അയാളോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നലെ അയച്ച പാക്കേജ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതൊന്നും ചെയ്യേണ്ട, അത് ആൻഡ്രൂ കയ്യിൽ വെച്ചോ, ഇപ്പോൾ പുതുതായി വെച്ചിട്ടുള്ള പാക്കേജ് ഡെലിവർ ചെയ്താൽ മതി എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ആൻഡ്രൂ ഡോർ തുറന്നു നോക്കുന്നു. അപ്പോൾ ഒരു പാക്കേജ് ഇരിക്കുന്നുണ്ട്. ആൻഡ്രൂ അത് എടുക്കുന്നു. കഥ വീണ്ടും ക്ലോയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അവളെ ഇപ്പോൾ ആ സൈക്കോ മറ്റൊരു റൂമിൽ, ആരുമില്ലാത്ത റൂമിൽ സെപ്പറേറ്റ് ആയി കൊണ്ടിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ സൈക്കോ മറ്റൊരു യുവതിയെ അതിലൂടെ വലിച്ചേച്ച് കൊണ്ടുപോകുന്നുണ്ട്. സൈക്കോ പോയതിനു ശേഷം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പുറത്തു കടക്കാനായി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ക്ലോയി നോക്കുന്നു. അങ്ങനെ ക്ലോയി അടുത്തുള്ള റൂമിലേക്ക് എത്തുന്നു. അവിടെ ഒരുപാട് യുവതികളെ കൂട്ടം കൂടി ഒന്നിനു മുകളിൽ ഒന്നൊന്നായി കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് ആ സൈക്കോ. ആ റൂമിലൊരു വിൻഡോ ഉണ്ട്, ഒരു ജനലുണ്ട്. പക്ഷേ ആ വിൻഡോ മുഴുവനായി മരക്കഷ്ണങ്ങൾ കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ക്ലോയി ആ മരത്തിന്റെ വുഡ് പീസസ് പൊട്ടിക്കാനായി ഒരു ശ്രമം നടത്തി നോക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ഈ ഒരു സമയത്ത് ആ കുന്നുകൂടി കിടക്കുന്ന യുവതികൾക്കിടയിൽ നിന്ന് ഒരാളുടെ ശബ്ദം കേട്ട പോലെ ക്ലോയിക്ക് തോന്നുന്നു. നോക്കിയപ്പോൾ എല്ലാവരും ബോധം കെട്ട് കിടക്കുകയാണ്. ശേഷം ക്ലോയി മറ്റൊരു റൂമിലേക്ക് ചെന്ന് നോക്കുന്നു. ആ റൂമിലൊരു അവസ്ഥ വളരെ ഭീകരമായിരുന്നു. ആകെ രക്തക്കറകളൊക്കെ ആ ഒരു റൂമിലുണ്ട്. ക്ലോയി മനസ്സിലാക്കുന്നു, ആ ക്രൂരനായ സൈക്കോ യുവതികളെ ടോർച്ചർ ചെയ്യാനായി ഉപയോഗിക്കുന്ന റൂം ഇതാണ് എന്ന് ക്ലോയി മനസ്സിലാക്കുന്നു. അവൾ വീണ്ടും മറ്റേ റൂമിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അവിടെ കൂട്ടം കൂട്ടിയിട്ടിരിക്കുന്ന യുവതികളുടെ ഇടയിൽ നിന്നൊരു ശബ്ദം കേട്ടതിനെ തുടർന്ന് ക്ലോയി അവിടേക്ക് നോക്കിയപ്പോൾ അതിലൊരു യുവതിക്ക് ബോധമുണ്ട്. ക്ലോയി അത് കാണുന്നു. അങ്ങനെ ക്ലോയി ആ യുവതിയുടെ അടുത്തെത്തി അവളുടെ വായിലെ കെട്ടയച്ചു മാറ്റുന്നു. കെട്ടയച്ചു മാറ്റിയപ്പോൾ തനിക്ക് കാലുകൾ അനക്കാൻ പറ്റുന്നില്ല എന്ന് ആ യുവതി ക്ലോയിയോട് പറയുന്നു. ആ യുവതിക്ക് കാലുകൾ അനക്കാൻ പറ്റാത്തതിന്റെ കാരണം മറ്റ് യുവതികളുടെ അടിയിൽ ഒരുപാട് സമയം കിടന്നുകൊണ്ട് തന്നെ ആ യുവതിയുടെ കാലുകളിലേക്കുള്ള രക്തപ്രവാഹം താൽക്കാലികമായി സ്തംഭിച്ചിരിക്കുകയാണ്. ശബ്ദമുണ്ടാക്കരുത് എന്ന് ആ യുവതിയോട് പറഞ്ഞതിന് ശേഷം ക്ലോയി ആ റൂമിലുണ്ടായിരുന്ന ഒരു ആ ടേബിൾ നീക്കിക്കൊണ്ടുപോയി ഉന്തിക്കൊണ്ടുപോയി ആ റൂമിന്റെ ഡോറിന് ഫ്രണ്ടിലായി ജാം ചെയ്ത് വെക്കുന്നു. സൈക്കോ പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് സൈക്കോയ്ക്ക് ഈ റൂമിലേക്ക് കടക്കാൻ പറ്റരുത് എന്നൊരു ചിന്താഗതി കൊണ്ട് തന്നെയാണ് ക്ലോയി ഈ ടേബിൾ അവിടെ വെച്ചിരിക്കുന്നത്. ശേഷം ക്ലോയി തിരിച്ചു വന്ന് ആ യുവതിയുടെ കയ്യിലെയും കാലിലേക്ക് കെട്ട് അയച്ചു മാറ്റി
ആ യുവതിയെ ഒരു വിധത്തിൽ താങ്ങിപ്പിടിച്ച് കട്ടിലിന്റെ മുകളിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. ആ യുവതി ഒന്ന് റിലാക്സ് ആയി വരികയായിരുന്നു. പക്ഷേ ആ സൈക്കോ അവിടേക്ക് കടന്നു വരുന്നു. സൈക്കോ വാതിൽ തുറക്കാനായി ശ്രമം നടത്തി നോക്കുന്നു. പക്ഷെ അവന് സാധിക്കുന്നില്ല. അങ്ങനെ സൈക്കോ ആ വാതിൽ അടിച്ച് തുറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ വാതിലിന്റെ മുകളിൽ അവൻ ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാതിൽ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ആ യുവതി പേടിച്ചു പോകുന്നു. എന്നാൽ ക്ലോയി അവളുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് രക്ഷപ്പെടാനായൊരു മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവൾ ആ റൂമിലുള്ള എയർ ഡക്റ്റിന്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ എയർ ഡക്റ്റിന്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ ക്ലോയി പരമാവധി ശ്രമിക്കുന്നു. പക്ഷെ പറ്റുന്നില്ല. ഇതേ സമയം ആ സൈക്കോ വാതിലിന്റെ മുകളിൽ തള്ളി തള്ളി അടിച്ചടിച്ച് ഒരു വിധത്തിൽ അവന്റെ കയ്യെ ഡോറിന്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നു. സൈക്കോ കൈ ഉള്ളിലേക്കിട്ട് വീണ്ടും വാതിൽ തുറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ക്ലോയി ഒരു വിധത്തിൽ ആ എയർ ഡക്റ്റിന്റെ ക്യാപ്പ് തുറക്കുന്നു. ആ എയർ ഡക്റ്റിന്റെ ക്യാപ്പ് അതിന്റെ മുകളിൽ പിടിച്ച് നീണ്ടിയപ്പോൾ അതുമായി ആ ക്യാപ്പ് ഓപ്പൺ ആവുന്നു. ക്ലോയി താഴേക്ക് വീഴുന്നു. ക്ലോയി ആ യുവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എയർ ഡക്റ്റിന്റെ നേരെ താഴെ കൊണ്ടുചെന്നിരുത്തുന്നു. ശേഷം ക്ലോയി ടേബിളിന്റെ മുകളിലേക്ക് കയറി എയർ ഡക്റ്റിന്റെ ഉള്ളിൽ ഒന്ന് നോക്കുന്നു. അത്യാവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു എയർ ഡക്റ്റ് ആണെന്ന് ക്ലോയി മനസ്സിലാക്കുന്നു. ക്ലോയി ആ യുവതിയോട് അടുത്തേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ആ യുവതി മടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ യുവതിയുടെ കാലിലേക്കുള്ള രക്തപ്രവാഹം പൂർണ്ണമായും പോയും ശരിയായിട്ടില്ല. ക്ലോയി ആ യുവതിയോട് പറയുന്നു, ഞാൻ കയറിയതിനു ശേഷം നിന്നെ ഞാൻ പുൾ ചെയ്ത് മുകളിലേക്ക് കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോയി എയർ ഡക്റ്റിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ഉള്ളിലേക്ക് കയറിയതിനു ശേഷം ക്ലോയി അവളുടെ കൈ താഴേക്കിടുന്നു. എന്നിട്ട് ആ യുവതിയോട് വന്ന് പെട്ടെന്ന് കൈ പിടിച്ച് കയറാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ആ യുവതി ഇപ്പോഴും മടിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സൈക്കോ വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. മടിച്ച് നിന്നിരുന്ന യുവതി കയറാൻ വേണ്ടി തയ്യാറാവുന്നു. അവൾ ടേബിളിന്റെ മുകളിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുന്നു. പക്ഷേ ഫെയിൽഡ് ആവുന്നു. അവള് താഴേക്ക് വീഴുന്നു. ഈ സമയത്ത് സൈക്കോ വാതിൽ ഏകദേശം തുറന്നുകൊണ്ടിരിക്കുന്നു. ആ യുവതി വീണ്ടും ഒന്ന് ശ്രമിക്കുന്നു. വീണ്ടും അവൾ എഴുന്നേറ്റ് കയറാനായി ഒന്ന് ശ്രമം നടത്തി നോക്കുന്നു. ഇത്തവണ ഫെയിൽഡ് ആയെങ്കിലും ക്ലോയി അവളുടെ കയ്യിൽ പിടിക്കുന്നു. അങ്ങനെ വലിച്ചു കയറ്റാനൊരു ശ്രമം നടത്തി നോക്കുന്നു. അങ്ങനെ പരമാവധി ക്ലോയി ശ്രമിക്കുന്നു. അപ്പോഴേക്കും സൈക്കോ ഏകദേശം വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. സൈക്കോ ഉള്ളിലേക്ക് കടന്നു. ക്ലോയി പരമാവധി ശ്രമിക്കുന്നു. പക്ഷെ പറ്റുന്നില്ല. സൈക്കോ താഴെ എത്തിയിരിക്കുന്നു. അങ്ങനെ സൈക്കോ ആ യുവതിയുടെ കാല് പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ആ യുവതി താഴേക്ക് വീഴുന്നു. ശേഷം സൈക്കോ ആ യുവതിയെ ക്രൂരമായി കൊല്ലുന്ന ശബ്ദങ്ങൾ ക്ലോയി കേൾക്കുന്നു. ഈ അതിദാരുണമായ സംഭവം കാരണം ക്ലോയി ആകെ ഫ്രീസായി പോയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന പ്രതീക്ഷ പോലുമില്ലാതെ അവളോടെ കിടക്കുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സൈക്കോ ഒരു പിച്ച് ഫോർക്ക് ഉപയോഗിച്ച് ക്ലോയിയെ കുത്തിക്കൊല്ലാനായി ശ്രമിക്കുന്നു. സൈക്കോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൽ ക്ലോയിക്ക് പരിക്കേൽക്കുന്നു. പിച്ച് ഫോർക്ക് അവളുടെ കാലിലും ശേഷം അവളുടെ ഷോൾഡറിന് താഴെയായും കുത്തേൽക്കുന്നു. ക്ലോയിയുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങുന്നു. ആ രക്തം താഴേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ഇത് സൈക്കോ കാണുന്നു. അങ്ങനെ സൈക്കോ വിചാരിക്കുന്നു ക്ലോയിക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കരുതിക്കൊണ്ട് സൈക്കോ അവൻ കൊന്ന ആ യുവതിയുടെ ശരീരം പൊക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് കടന്നു പോകുന്നു. കഥ വീണ്ടും ആൻഡ്രൂവിലേക്ക് വരുന്നു. ആൻഡ്രൂവിന്റെ ജീവിത നിലവാരം ഇപ്പോൾ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു. അയാൾ ഭക്ഷണം കഴിക്കുന്നത് നല്ല നല്ല ഹോട്ടലുകളിൽ നിന്നാണ്. അയാളുടെ വസ്ത്രത്തിലും ഒരു പുരോഗമനം കാണാം. കൂടാതെ അയാൾ പുതിയൊരു കാർ എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ആൻഡ്രൂ ഇപ്പോൾ ആ പാക്കേജ് ഡെലിവറി ചെയ്യുന്ന ആൾക്ക് വേണ്ടി സ്ഥിരമായി വർക്ക് ചെയ്യുന്നുണ്ട്. അയാളിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ടാണ് ആൻഡ്രൂവിന്റെ ജീവിത നിലവാരം ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം ആൻഡ്രൂവിന് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഡെലിവറി ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഡെലിവർ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ആ പാക്കേജ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി ആൻഡ്രൂ അവന്റെ കാറിലേക്ക് കടക്കാൻ വരുന്ന സമയത്ത് 2 മോഷ്ടാക്കൾ അവിടേക്ക് വരുന്നു. അവർ ആൻഡ്രൂവിനെ ആക്രമിക്കുന്നു. അവർ ആ പാക്കേജ് എടുത്ത് അവിടെ നിന്ന് പോയി കളയുന്നു. ആൻഡ്രൂ അവന്റെ കാർ എടുത്ത് അവരെ ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരെ കണ്ടെത്താൻ പറ്റുന്നില്ല. ആൻഡ്രൂ ഈ ഒരു കാര്യം അയാൾക്ക് ജോലി തരുന്ന അയാളെ വിളിച്ച് അറിയിക്കുന്നു.
അത് അയാളിൽ വളരെ നിരാശയുണ്ടാക്കുന്നു. അയാൾ ആൻഡ്രൂവിനോട് പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ തരുന്ന സാധനം ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിക്കണം, അതിനാണ് കാശ്. അത് ചെയ്യാൻ താങ്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബിസിനസ് വേണ്ട എന്ന് അയാൾ പറയുന്നു. എങ്ങനെയായാലും ആ നഷ്ടപ്പെട്ട പാക്കേജ് അവരെ കണ്ടെത്തി, ആ മോഷ്ടാക്കളെ കണ്ടെത്തി താങ്കൾ എനിക്ക് തിരിച്ച് നൽകിയിരിക്കണം എന്നയാൾ പറയുന്നു. അടുത്ത ദിവസം ആൻഡ്രൂ അയാളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. ക്ഷമിക്കണം സാർ, അങ്ങയുമായുള്ള ഒരു ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ആ പാക്കേജ് വീണ്ടെടുക്കാൻ സാധിച്ചില്ല. ഒരു ചാൻസ് സാറ് ഇനിയും തരികയാണെങ്കിൽ എന്തൊക്കെ റിസ്ക് സഹിച്ചിട്ടായാലും സാറ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഡെലിവർ ഞാൻ ചെയ്തിരിക്കും. അത് ഞാൻ തരുന്നൊരു വാക്കാണ്. അത് കേട്ടപ്പോൾ ആൻഡ്രൂവിനോട് അയാൾക്കൊരു സഹതാപം തോന്നുന്നു. അങ്ങനെ അയാൾ ക്ഷമിക്കുന്നു. അയാൾ ഇപ്പോൾ മോഷ്ടാക്കൾ മോഷ്ടിച്ചിരിക്കുന്ന ആ പാക്കേജ് എവിടെ ഉണ്ട് എന്ന് അയാൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം അയാൾക്ക് അത്രയ്ക്കധികം സ്വാധീനമാണ്. അങ്ങനെ അയാൾ ആ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു ആൻഡ്രൂവിനോട്. അയാൾക്ക് വേണ്ടി മോഷ്ടാക്കളെ അടിച്ചു നിരത്തി ആ പാക്കേജ് വീണ്ടെടുത്തു വരാൻ വേണ്ടി അയാൾ ആൻഡ്രൂവിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആൻഡ്രൂ മോഷ്ടാക്കൾ മോഷ്ടിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഒരു ബേസ്ബോൾ ബാറ്റ് കൊണ്ട് ആൻഡ്രൂ അവിടെയുള്ള ആളുകളൊക്കെ അടിച്ചൊരു പരിവാക്കുന്നു. എന്നിട്ട് ആ പാക്കേജ് വീണ്ടെടുക്കുന്നു. കഥ വീണ്ടും ക്ലോയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ക്ലോയി ആ എയർ ഡക്റ്റിന്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. ശേഷം അവൾ യുവതികളെ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ തുണി കൂട്ടിക്കെട്ടി അവളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന 2 മുറിവുകൾ, ആ 2 മുറിവുകളുടെ മുകളിലൂടെയും അവൾ തുണി വരിഞ്ഞു മുറുക്കി കെട്ടുന്നു. അതിനുശേഷം ക്ലോയി കൂടുതൽ തുണികൾ ശേഖരിച്ചുകൊണ്ട്, യുവതികളുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ തുണികൾ ശേഖരിച്ചുകൊണ്ട് വലിയൊരു കയറ് പോലെ അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം അവൾ അതുകൊണ്ടൊരു തൂക്കുകയർ ക്രിയേറ്റ് ചെയ്യുന്നു. കഥ വീണ്ടും ആൻഡ്രൂവിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആൻഡ്രൂ ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിസമ്പന്നയായ ഒരു ലേഡിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ്രൂവിനോട് ഫോണിൽ സംസാരിക്കുന്ന അയാൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സമ്പന്നയായ ലേഡിയെ ഇപ്പോൾ ആൻഡ്രൂ കാണാൻ വേണ്ടി പോകുന്നത്. ഇതും അയാൾ ആൻഡ്രൂവിന് കൊടുത്തിരിക്കുന്ന ഒരു ജോലി തന്നെയാണ്. ആ ജോലിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ ലേഡിയെ ആൻഡ്രൂ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഇയാൾ ആദ്യം കൊടുത്തിരിക്കുന്ന പാക്കേജ് ഡെലിവർ ചെയ്യുന്ന ജോലി പോലെയല്ല അത്. ഈ ഒരു ജോലി സക്സസ് ആയി ചെയ്യാൻ സാധിച്ചാൽ മിനിമം $1,00,000 ആൻഡ്രൂവിന് കിട്ടാൻ പോകുന്നത്, മിനിമം. പിന്നെ ആ ലേഡിക്ക് വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും നീറ്റായിട്ട് വർക്ക് ചെയ്യാൻ ആൻഡ്രൂവിന് പറ്റുകയാണെങ്കിൽ കൂടുതൽ, 1,00,000-നേക്കാൾ കൂടുതൽ ആൻഡ്രൂവിന് കിട്ടും. അപ്പോൾ ഇത്രയധികം വരുമാനം തരുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആൻഡ്രൂ അയാളോട് സംശയം പ്രകടിപ്പിച്ചപ്പോൾ അയാൾക്ക് ആൻഡ്രൂവിനെ അത്രയും വിശ്വാസമാണ്. ആൻഡ്രൂ സത്യസന്ധനാണ്, പണത്തിന് വേണ്ടി എന്തും കൃത്യമായി ചെയ്യാൻ സാധിക്കുമെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വളരെ പ്രൈവറ്റായി ചെയ്യേണ്ട ഒരു ജോലിയാണ് അത് ആൻഡ്രൂവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ആൻഡ്രൂ ആ അതിസമ്പന്നയായ ലേഡിയുടെ കൊട്ടാരം പോലത്തെ വീടിന് മുന്നിൽ വന്ന് ഇറങ്ങുന്നു. ആൻഡ്രൂ അവരുടെ വലിയ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ലേഡിയുടെ സെർവന്റ് ആൻഡ്രൂവിനെ സ്വീകരിച്ചിരുത്തുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ലേഡി അവിടേക്ക് കടന്നു വരുന്നു. അതെ, ഇതാണ് ആ ലേഡി. ഇവരുടെ പേര് എലിസബത്ത് എന്നാണ്. എലിസബത്ത് ആൻഡ്രൂവിനെ പരിചയപ്പെടുന്നു. അവർ ആൻഡ്രൂവിനോട് ചോദിക്കുന്നു, ആൻഡ്രൂവിനെ ഈ ജീവിതത്തിൽ എന്താണ് പ്രധാനമായി വേണ്ടത് എന്ന് ചോദിക്കുന്നു. ആൻഡ്രൂ അവരോട് പറയുന്നു, ആൻഡ്രൂവിനും ആൻഡ്രൂവിന്റെ മകൾക്കും ദാരിദ്ര്യമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള ഒരു മാർഗം, അതിനുള്ള ധനം, അതിനുള്ള പണം, അതാണ് അയാൾക്ക് ഏറ്റവും കൂടുതലായി വേണ്ടത് എന്ന് ആൻഡ്രൂ ആ സ്ത്രീയോട് പറയുന്നു. ശേഷം എലിസബത്ത് ആൻഡ്രൂവിനോട് ചില കാര്യങ്ങൾ പറയുന്നു. അവർക്ക് ഒരുപാട് പണമുണ്ട്, ആവശ്യത്തിന് കൂടുതൽ പണമുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത് അവരുടെ യൗവനവും സൗന്ദര്യവുമാണ്. പ്രായമാകുന്നത് അവർ വെറുക്കുന്നു. അതുകൊണ്ട് യൗവനം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് കേട്ടപ്പോൾ ആൻഡ്രൂ പറയുന്നു, ഓക്കെ, താങ്കൾക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ട ജോലിയെന്ന് ആൻഡ്രൂ ചോദിക്കുന്നു. അവരുടെ യൗവനം നിലനിർത്തുന്നതിന് വേണ്ടി അവരൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അതവർ പ്രാക്ടിക്കലായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ആൻഡ്രൂവിന്റെ സർവീസ് ആവശ്യമാണ്. അത് കേട്ടപ്പോൾ ആൻഡ്രൂ ചോദിക്കുന്നു, പറയൂ, എന്ത് സർവീസാണ് താങ്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ആൻഡ്രൂ ചോദിക്കുന്നു. അവർ പറയുന്നു, ആൻഡ്രൂവിന് ആ സ്ത്രീ യൗവനം തുടിക്കുന്ന ഒരുപാട് യുവതികളെ എത്തിച്ചു തരും. ആ യുവതികളുടെ ശരീരത്തിൽ നിന്ന് രക്തം വേർതിരിച്ച് ആ രക്തം ഈ സ്ത്രീക്ക് എലിസബത്തിന് ആൻഡ്രൂ എത്തിച്ചു കൊടുക്കണം. ആ ജോലിയാണ് ആൻഡ്രൂ ചെയ്യേണ്ടത് എന്ന് എലിസബത്ത് ആൻഡ്രൂവിനോട് പറയുന്നു. ആൻഡ്രൂ ആ ജോലിയുടെ ഓഫർ നിരസിക്കുന്നു. ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു ജോലി അവന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ വേണ്ടി നിൽക്കുന്നു.
ഈ ഒരു സമയത്ത് എലിസബത്ത് ആൻഡ്രൂവിനോട് പറയുന്നു, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിനക്കും നിന്റെ മകൾക്കും രാജകീയമായ ജീവിതം നയിക്കാം ഈ ജോലി ചെയ്യുകയാണെങ്കിൽ. അത്രയ്ക്ക് പണം ഞാൻ തരാം. നിന്റെ മകൾക്ക് അവൾ സ്വപ്നം കാണുന്നതെല്ലാം നേടിക്കൊടുക്കാൻ നിനക്ക് സാധിക്കും. അവൾ നിന്നോട് എപ്പോഴും നന്ദിയുള്ളവളായിരിക്കും. ചുമ്മാ അങ്ങനെ തള്ളിക്കളയല്ലേ ഈ ഓഫർ. നന്നായി ചിന്തിച്ചോ, ഇനി ഇങ്ങനൊരു അവസരം നിനക്ക് വന്നു ചേരില്ല. ഇത് കേട്ടപ്പോൾ ആൻഡ്രൂ എലിസബത്തിനോട് ചോദിക്കുന്നു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് യുവതികളെ കിട്ടുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര കാലമായി പിടിക്കപ്പെട്ടിട്ടില്ല നിയമത്തിന് മുന്നിൽ എന്ന് ചോദിക്കുന്നു. എലിസബത്ത് പറയുന്നു, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവൾക്ക് വേണ്ടി യുവതികളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവളുടെ കയ്യിൽ ആളുകളുണ്ട്. പിന്നെ നിയമത്തിന്റെ കാര്യം, പിടിക്കപ്പെടുമോ എന്ന കാര്യം, അതൊരിക്കലും സംഭവിക്കില്ല. ഇനി എന്തെങ്കിലും നടന്നാൽ തന്നെ അതെല്ലാം ഒതുക്കി തീർക്കാനുള്ള അത്രയ്ക്കധികം പണം അവൾക്കുണ്ട്. അതുകൊണ്ട് അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട എന്ന് എലിസബത്ത് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ആൻഡ്രൂ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. ജോലി ചെയ്യണോ, ഏറ്റെടുക്കണോ, വേണ്ടയോ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. കഥ വീണ്ടും ക്ലോയിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ ക്ലോയിയുടെ റൂമിലേക്ക് സൈക്കോ കടന്നു വരുന്നു. സൈക്കോയെ കണ്ടതും ക്ലോയി ഓടിച്ചെന്ന് അവൾ കയറുകൊണ്ടുണ്ടാക്കിയ ആ തൂക്കുകയറിന്റെ ഉള്ളിലേക്ക് തലയിടുന്നു. അത് കണ്ടപ്പോൾ സൈക്കോയ്ക്ക് ദേഷ്യം പിടിക്കുന്നു. സൈക്കോ ആ ദേഷ്യം കൊണ്ട് അവന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ഒരു അരിവാള് പോലത്തെ ഒരു ആയുധമുണ്ട് ആ സൈക്കോയുടെ കയ്യിൽ. ആയുധം കൊണ്ട് ക്ലോയിയെ വെട്ടിക്കൊല്ലാനായി സൈക്കോ ഓടി വരുന്നു. പക്ഷേ അവിടെ ക്ലോയി തൂക്കുകയറുണ്ടാക്കാനായി വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ആ കയറ് അടിയിലൂടെയാണ് കെട്ടിയിരിക്കുന്നത്. കട്ടിലിന്റെ അടിയിൽ കെട്ടിക്കൊണ്ട് അങ്ങനെ അടിയിലൂടെയാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ മുകളിൽ സൈക്കോയുടെ കാല് തട്ടുകയും സൈക്കോ അങ്ങനെ വീഴാൻ പോവുകയും ചെയ്യുന്നു. അങ്ങനെ വീഴാൻ പോകുന്ന സമയത്ത് ക്ലോയിയുടെ ശരീരത്തിലേക്കാണ് വരുന്നത്. ക്ലോയി ആ തൂക്കുകയറെടുത്ത് സൈക്കോയുടെ കഴുത്തിലേക്ക് ഇടുന്നു. അങ്ങനെ സൈക്കോ ലോക്കാവുന്നു. അവന്റെ കഴുത്തിൽ ക്ലോയി ഉണ്ടാക്കിയ തൂക്കുകയർ ഇപ്പോൾ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുന്നതിന് വേണ്ടി അവൻ താഴെ കിടക്കുന്ന അവന്റെ ആയുധമെടുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കുന്നു. അവിടെ അടുത്തുള്ള കട്ടിന്റെ മുകളിൽ കെട്ടിക്കൊണ്ടാണ് ഈ ഒരു തൂക്കുകയർ ക്ലോയി കണക്ട് ചെയ്യിച്ചിരിക്കുന്നത്. അങ്ങനെ സൈക്കോ താഴേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ആ കട്ടിൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ലോയി ഇത് കാണുന്നു. ക്ലോയി ഉടനെ തന്നെ താഴെ വീണ് കിടക്കുന്ന ആയുധമെടുത്ത് സൈക്കോയുടെ കയ്യിലേക്ക് ആഞ്ഞു വെട്ടുന്നു. അങ്ങനെ സൈക്കോ വേദന കൊണ്ട് നിലവിളിക്കുന്നു. ശേഷം ക്ലോയി അവിടെ കിടക്കുന്നുണ്ടായിരുന്ന യുവതികളെ കൊണ്ടുവന്ന് ആ കട്ടിന്റെ മുകളിൽ കിടത്തുന്നു. അങ്ങനെ കട്ടിന്റെ മുകളിൽ ഭാരം കൂടുന്നു. അപ്പോൾ സൈക്കോയ്ക്ക് കൂടുതൽ സ്ട്രെസ് ആവുന്നു. അങ്ങനെ സൈക്കോ പൂർണ്ണമായും ലോക്കായിക്കൊണ്ടിരിക്കുന്നു. ക്ലോയി ആ തൂക്കുകയർ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ അതോടുകൂടി സൈക്കോ മരിച്ചു പോകുന്നു, തട്ടിപ്പോകുന്നു. സൈക്കോ മരിച്ചു എന്ന് ക്ലോയി മനസ്സിലാക്കുന്നു. അങ്ങനെ സൈക്കോയുടെ മുഖത്തെ ആ മുഖം മൂടി മാസ്ക് ക്ലോയി അഴിച്ചു മാറ്റുന്നു. ശേഷം ക്ലോയി ആ ദുരന്തം പിടിച്ച ആ സ്ഥലത്തുനിന്ന് പുറത്തു കടക്കുന്നു. കഥ വീണ്ടും ആൻഡ്രൂവിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ ആൻഡ്രൂ എലിസബത്തിന്റെ ആ ജോലിയുടെ ഓഫർ സ്വീകരിക്കുന്നു. യുവതികളുടെ ശരീരത്തിൽ നിന്ന് രക്തം മാറ്റിയെടുക്കുന്ന ആ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് ആൻഡ്രൂ സമ്മതിക്കുന്നു. എലിസബത്തിന്റെ ധാരാളമായുള്ള പണത്തിന്റെ വാഗ്ദാനത്തിൽ ആൻഡ്രൂ വീണുപോയിരിക്കുന്നു. എലിസബത്ത് ആൻഡ്രൂവിനോട് പറയുന്നു, ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, നാളെ തൊട്ട് നിനക്ക് ജോയിൻ ചെയ്യാമെന്ന് പറയുന്നു. ഇതെന്താ കഥ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ പറയുകയാണ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട്. ഈ സിനിമയിൽ കാണിക്കുന്ന സൈക്കോ, ക്ലോയിയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ ക്രൂരനായ സൈക്കോ എലിസബത്തിന്റെ ആദ്യത്തെ ജോലിക്കാരനാണ്. എലിസബത്തിന് വേണ്ടി യുവതിയുടെ ശരീരത്തിൽ നിന്ന് രക്തം വേർതിരിച്ചെടുത്ത് കൊടുക്കുന്നതാണ് അവന്റെ ജോലി. എലിസബത്ത് വിശ്വസിക്കുന്നത് യൗവനം തുടിക്കുന്ന യുവതികളുടെ രക്തം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പ്രായമാവാതെ, ഏജ്ഡ് ആവാതെ അവളുടെ യൗവനവും ആരോഗ്യവും സൗന്ദര്യമൊക്കെ നിലനിർത്താൻ സാധിക്കുമെന്നാണ്. അവൾക്ക് ഒരുപാട് പണമുണ്ട്. ആ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് യുവതികളെ അവൾ പിടിക്കുന്നു. ആ യുവതികളെ ആ സൈക്കോ, അവളുടെ ജോലിക്കാരൻ, അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം വേർതിരിച്ചെടുത്ത് എലിസബത്തിന് കൊടുക്കുന്നു. ഈ രക്തം വേർതിരിച്ചെടുക്കുന്നതിനോടൊപ്പം അവൻ ക്രൂരമായി ആ യുവതികളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലോയി ആ ആദ്യത്തെ ജോലിക്കാരനെ കൊന്നിരിക്കുകയാണ്, ആ സൈക്കോയെ കൊന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ മരണപ്പെട്ടതിന് ശേഷം എലിസബത്തിന് പുതിയൊരു ജോലിക്കാരനെ ആവശ്യമാണ്. ആ ജോലിയിലേക്കാണ് ആൻഡ്രൂ വന്നിട്ടുള്ളത്. എലിസബത്തിന്റെ വലിയ പണത്തിന്റെ വാഗ്ദാനങ്ങൾ കാരണം ആൻഡ്രൂ ഒരു നല്ല ആയിരുന്നുവെങ്കിൽ പോലും അത്രയും പണം കണ്ട് ആ ക്രൂരമായ ജോലി ചെയ്യാമെന്ന് ആൻഡ്രൂ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഇനി പുതുതായി ആ ക്രൂരമായ ജോലിക്ക് ആൻഡ്രൂ ജോയിൻ ചെയ്യാൻ പോവാണ്.
അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ സൈക്കോ, ത്രില്ലർ, ഹൊറർ, മിസ്റ്ററി ഫിലിംസ് ഒക്കെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.